വെൽക്കം ടു ബീറ്റ് OET. ഇന്ന് നമ്മൾ ബീറ്റ് OET-യിലൂടെ പഞ്ച്വേഷനായ കോമയുടെ യൂസസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടന്നാലോ? കം ഓൺ, ലെറ്റ് us start. നിങ്ങൾക്കറിയാമല്ലോ, OET റൈറ്റിംഗിൽ പഞ്ച്വേഷൻസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇന്ന് നമ്മൾ കോമയുടെ യൂസസിനെ പറ്റി മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് OET-യുടെ ലെറ്ററിന്റെ ഫസ്റ്റ് മുതൽ തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ എന്താ എഴുതുന്നത്? അഡ്രസ് ആണ് എഴുതുന്നത്. പിന്നെ ഡേറ്റ്. ഇപ്പോൾ ഡേറ്റ് നിങ്ങൾ 20 ഒക്ടോബർ 2020 എന്നാണ് എഴുതുന്നതെങ്കിൽ 20 കഴിഞ്ഞ് ഒക്ടോബർ നിങ്ങൾ വേർഡ്സിലാണ് എഴുതുന്നതെങ്കിൽ ആ ഒക്ടോബർ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു കോമ ആവശ്യമുണ്ട്. ഓക്കെ. പിന്നെ എവിടെയാണ് നിങ്ങൾ കോമ യൂസ് ചെയ്യുന്നത്? സല്യൂട്ടേഷൻ്റെ അവിടെ കോമയുടെ യൂസ് ഉണ്ട്. ഡിയർ സർ ഓർ മാഡം എഴുതിക്കഴിഞ്ഞ ഒരു കോമ, അല്ലെങ്കിൽ ഡിയർ മിസ്റ്റർ ജ്യോതിഷ് എന്ന് എഴുതിക്കഴിഞ്ഞ ഒരു കോമ. ഓക്കെ. അപ്പൊ സല്യൂട്ടേഷൻ്റെ അവിടെ രണ്ടാമത്തെ കോമ വരുന്നുണ്ട്. ഇനി മൂന്നാമതായി എവിടെയാണ് കോമ വരുന്നത്? നിങ്ങൾ റെഫറൻസ് എഴുതുമ്പോൾ കോമയുടെ ആവശ്യം വരുന്നുണ്ട്. പേഷ്യന്റിന്റെ നെയിം എഴുതുക, അതിന് കോമ ഇട്ടിട്ടാണ് നമ്മൾ ഏജ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തും കൂടെ എഴുതുന്നത്. അതാണ് തേർഡ് യൂസ് എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ, ബോഡി പാരഗ്രാഫിലൊക്കെയാണ് കോമയുടെ യൂസ് വരുന്നത്. അപ്പോൾ അവിടുത്തെ കോമയുടെ യൂസിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ രണ്ട് ക്ലോസസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഡിപ്പെൻഡന്റ് ക്ലോസ് ആൻഡ് ഇൻഡിപെൻഡന്റ് ക്ലോസസ്. ഓക്കെ. ഇനിയിപ്പോൾ ഡിപ്പെൻഡന്റ് ക്ലോസ്, ഇൻഡിപെൻഡന്റ് ക്ലോസ് ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വലിയ വലിയ ടേംസ് ആണ്, അത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാകും. അതൊന്നും കേട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഡിപ്പെൻഡന്റ് എന്ന് കേട്ടാൽ നമുക്കറിയാം ഒരാളെ ആശ്രയിച്ച് നിൽക്കുന്നത്, അല്ലേ? അതുപോലെ തന്നെ ഇംഗ്ലീഷിന്റെ സെന്റൻസുകളിൽ ചില ക്ലോസസുകൾ മീനിങ് കംപ്ലീറ്റ് ആവത്തില്ല അവർ ഒറ്റയ്ക്ക് നിന്നാൽ. മറ്റേതെങ്കിലും ഒരു ക്ലോസിന്റെ കൂടെ നിന്നാൽ മാത്രമേ അവരുടെ മീനിങ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇഫ് യു സ്റ്റഡി മോർ എന്ന് നിങ്ങൾ കേൾക്കുക, അതിന്റെ മീനിങ് എന്താ? നിങ്ങൾ നന്നായി പഠിക്കുകയാണെങ്കിൽ. അപ്പൊ അതിന്റെ മീനിങ് അവിടെ കംപ്ലീറ്റ് ആണ്. നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അതിന്റെ ബാക്കി എന്തോ ഉണ്ട്, നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്, അല്ലേ? ഇഫ് യു സ്റ്റഡി മോർ യു വിൽ ഗെറ്റ് ഗുഡ് സ്കോർ. നിങ്ങൾക്ക് നല്ല സ്കോർ കിട്ടും എന്നുള്ളതാണ്. സോ അപ്പം നിങ്ങൾക്ക് നല്ല സ്കോർ കിട്ടും എന്നുള്ള ഒരു ക്ലോസ് കൂടെ വന്നിട്ട് മാത്രമേ ആ ഇഫ് യു ഗെറ്റ് മോറിന് മീനിങ് ഉള്ളൂ. അതേസമയം ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് തന്നെ നിന്നാലും അതിന്റെ മീനിങ് കംപ്ലീറ്റ് ആണ്. യു വിൽ ഗെറ്റ് ഗുഡ് സ്കോർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല സ്കോർ കിട്ടും, അതിന്റെ മീനിങ് അവിടെ കംപ്ലീറ്റ് ആണ്. ഓക്കെ. അപ്പൊ അതാണ് ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഡിപ്പെൻഡന്റ് ക്ലോസ് എന്താണ്, ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്താണെന്നുള്ളതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ, ഇല്ലേ? ഇനി ഇവിടുത്തെ നിങ്ങളുടെ റൂൾ ഓർക്കേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഡിപ്പെൻഡന്റ് ക്ലോസ് എഴുതുകയാണ്, പിന്നെ സെക്കൻഡ് ആണ് ഇൻഡിപെൻഡന്റ് ക്ലോസ് എഴുതുന്നതെങ്കിൽ ഡിപ്പെൻഡന്റ് ക്ലോസ് കഴിഞ്ഞിട്ട് കോമ കഴിഞ്ഞിട്ടാണ് ഇൻഡിപെൻഡന്റ് ക്ലോസ് എഴുതുന്നത്. അതേസമയം ഇത് തിരിച്ചെഴുതുകയാണ്. ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ് ആദ്യം വരുന്നത്, പിന്നാണ് നിങ്ങൾ ഡിപ്പെൻഡന്റ് ക്ലോസ് എഴുതുന്നതെങ്കിൽ അവിടെ കോമയുടെ ആവശ്യമേ ഇല്ല. ഇപ്പൊ ഈ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നമുക്ക് നോക്കാം. ഇഫ് യു സ്റ്റഡി മോർ കോമ യു വിൽ ഗെറ്റ് ഗുഡ് സ്കോർ. ഇത് ഞാൻ തിരിച്ചെഴുതുകയാണ്. യു വിൽ ഗെറ്റ് ഗുഡ് സ്കോർ ഇഫ് യു സ്റ്റഡി മോർ. അങ്ങനെ എഴുതുകയാണെങ്കിൽ അവിടെ ഇടയ്ക്കൊന്നും കോമ വരുന്നില്ല. ഓക്കെ. ഇതിപ്പോ നമ്മുടെ OET റൈറ്റിംഗിലെ സിറ്റുവേഷൻ നോക്കാം. ഓക്കെ. ആഫ്റ്റർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കോമ പേഷ്യന്റ് ഡെവലപ്ഡ് റാഷസ് ആൻഡ് ഇച്ചിങ്. അപ്പൊ ആഫ്റ്റർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്നുള്ളൊരു ഡിപ്പെൻഡന്റ് ക്ലോസ്. അതിന്റെ മലയാളം നോക്കിയാൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കഴിഞ്ഞതിന് ശേഷം മീനിങ് ഇല്ല അവിടെ. അപ്പൊ ആഫ്റ്റർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കോമ ഹി ഡെവലപ്ഡ് റാഷസ് ആൻഡ് ഇച്ചിങ് എന്നുള്ളത്. ഹി ഡെവലപ്ഡ് റാഷസ് ആൻഡ് ഇച്ചിങ് എന്നുള്ളത് എന്താണ്? ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. അവിടെ ഫുൾ മീനിങ് ഉണ്ട്. അവർക്ക് അല്ലെങ്കിൽ അയാൾക്ക് റാഷസും ഇച്ചിങ്ങും ഡെവലപ്ഡ് ആയി എന്നുള്ളത് ഒരു ഫുൾ മീനിങ് ആണ്. അപ്പൊ ഡിപ്പെൻഡന്റ് ക്ലോസ് കഴിഞ്ഞു, കോമ ഇടുക നിങ്ങൾ. ആഫ്റ്റർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കോമ, അത് കഴിഞ്ഞിട്ട് വേണം ഹി ഡെവലപ്ഡ് റാഷസ് ആൻഡ് ഇച്ചിങ് എന്ന് എഴുതാം. അതേസമയം അത് തിരിച്ചെഴുതുക. ഹി ഡെവലപ്ഡ് റാഷസ് ആൻഡ് ഇച്ചിങ് ആഫ്റ്റർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അങ്ങനെയുള്ള ഒരു സമയത്ത് അവിടെ എന്ത് വേണ്ട? കോമ വേണ്ട. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ഈ റൂള് നിങ്ങൾ മറക്കല്. ഡിപ്പെൻഡന്റ് ക്ലോസ് കോമ ഇൻഡിപെൻഡന്റ് ക്ലോസ്. അതേസമയം ഇൻഡിപെൻഡന്റ് ക്ലോസ് ഒരു കോമയും ഇല്ല, ഡിപ്പെൻഡന്റ് ക്ലോസ്. ഓക്കെ. ഇത് നിങ്ങൾ മറക്കരുത്. അപ്പൊ ഇനി നമുക്ക് ഇൻട്രൊഡക്ഷനിലോട്ട് വരാം. ഇപ്പൊ ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ എഴുതുകയാണ്, ഐ ആം റൈറ്റിംഗ് ടു റെഫർ മിസ്റ്റർ ജോൺ കോമ who was diagnosed with appendicitis. അപ്പം അവിടെ ആ ആരെയാണോ റെഫർ ചെയ്യുന്നത് അയാളുടെ നെയിം കഴിഞ്ഞിട്ട് കോമ ഇട്ടിട്ട് മാത്രമേ നമ്മൾ who was diagnosed with എന്ന് എഴുതാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഐ ആം റൈറ്റിംഗ് ടു റെഫർ മിസ്റ്റർ തോമസ് കോമ who requires continued care. അതാണ് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ വരുന്ന കോമ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോഡി പാരഗ്രാഫിലോട്ട് വരിക. അപ്പോൾ ബോഡി പാരഗ്രാഫിൽ വരുമ്പോൾ നിങ്ങൾ കുറേ കോമ റൂൾസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കണക്റ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ കോമ യൂസ് ചെയ്യാമെന്നുള്ളത്. ഓക്കെ. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണക്റ്റേഴ്സ് ഉണ്ട്. അതിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഈസി യൂസിന് വേണ്ടി. ഓക്കെ. സിമ്പിൾ കണക്റ്റേഴ്സ് ആൻഡ് കോംപ്ലക്സ് കണക്റ്റേഴ്സ്. ഏതൊക്കെയാണ് സിമ്പിൾ കണക്റ്റേഴ്സ്? ബട്ട്,
ഓൾ, ആൻഡ്, സോ അങ്ങനെയൊക്കെയുള്ളതിനാണ് നമ്മൾ എന്ത് പറയുന്നത് സിമ്പിൾ കണക്ടേഴ്സ് എന്ന്. ഇപ്പോൾ ഒ ഇ ടി റൈറ്റിംഗിൽ നമുക്ക് എന്ത് കണക്ടേഴ്സ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ബട്ട് യൂസ് ചെയ്യാം, ആൻഡ് യൂസ് ചെയ്യാം, ഓർ യൂസ് ചെയ്യാം. സിമ്പിൾ കണക്ടേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ കണക്ടേഴ്സിന്റെ തൊട്ട് മുൻപ് തന്നെ നിങ്ങൾ കോമ യൂസ് ചെയ്യണം. അതായത് കോമ കഴിഞ്ഞിട്ടാണ് ഈ കണക്ടേഴ്സ് എഴുതേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഹി വാസ് ഇനിഷ്യേറ്റഡ് വിത്ത് ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി ആൻഡ് സ്പീച്ച് തെറാപ്പി എന്ന് എഴുതുകയാണെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ഫിസിയോതെറാപ്പി കഴിഞ്ഞ് കോമ ഇട്ടു, ഒക്യുപേഷണൽ തെറാപ്പി കഴിഞ്ഞ് കോമ ഇട്ടു, പിന്നാണ് ആൻഡ് എഴുതുന്നത്. ഇപ്പോൾ പല കുട്ടികളും ആണെങ്കിൽ ആൻഡിന് തൊട്ട് മുൻപേ കോമ യൂസ് ചെയ്യത്തില്ല. ഈ ആൻഡിന് തൊട്ട് മുൻപേ ഉള്ള ഈ കോമയെ നമ്മൾ യൂഷ്വലി വിളിക്കുന്നത് ഓക്സ്ഫോർഡ് കോമാസ് എന്ന്. ഇപ്പൊ എല്ലാവരും പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ കോമ ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല, അത് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അടുത്തത് ബട്ടിന്റെ യൂസേജ്. ബട്ടിന്റെ കാര്യത്തിലും ഇതുപോലെ തന്നെയാണ്. ബട്ട് യൂസ് ചെയ്യുന്നതിന്റെ തൊട്ട് മുൻപേ ആണ് നമ്മൾ കോമ യൂസ് ചെയ്യുന്നത്. ഒ ഇ ടി റൈറ്റിംഗിൽ നമ്മുടെ ഒരു ഫോർമൽ ലെറ്റർ ആയതുകൊണ്ട് തന്നെ ബട്ട്, ആൻഡ് എന്നുള്ള കണക്ടേഴ്സ് ഒന്നും ഒരു സെന്റൻസിന്റെ ആദ്യം നമ്മൾ യൂസ് ചെയ്യില്ല. ഇനി നമ്മൾ കോംപ്ലക്സ് കണക്ടേഴ്സിലോട്ട് വരാം. എന്തൊക്കെയാണ് കോംപ്ലക്സ് കണക്ടേഴ്സ് വരുന്നത്? കോൺസിക്വന്റ്ലി, ഇൻ അഡീഷൻ, സബ്സിക്വന്റ്ലി, therefore, followed by, for which. ഈ കണക്ടേഴ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കോമ ഇടുന്നത്. അപ്പോൾ സിമ്പിൾ കണക്ടേഴ്സിന് തൊട്ട് മുൻപ് നമ്മൾ കോമ ഇടും, കോംപ്ലക്സ് കണക്ടേഴ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കോമ ഇടും. ഫോർ എക്സാമ്പിൾ, ഹി വാസ് ഡയഗ്നോസ്ഡ് വിത്ത് അപ്പൻഡിസൈറ്റിസ്, ഫുൾ സ്റ്റോപ്പ്, therefore പിന്നെ കോമ ഇടുക, ഹി അണ്ടർവെന്റ് അപ്പൻഡിസെക്ടമി എന്ന് എഴുതുക. ഓക്കെ, therefore കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കോമ ഇടുന്നത്. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. He has had hypertension for the last 10 years for which he is on regular medication. അപ്പോൾ ഈ ഫോർ വിച്ച് കണ്ടിട്ട് നിങ്ങൾ കോമ ഇടണം. അത് കണ്ടിട്ടാണ് he is on regular medications എന്ന് എഴുതേണ്ടത്. ഇനി നെക്സ്റ്റ് യൂസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു എക്സ്ട്രാ ഇൻഫർമേഷൻ എൻക്ലോസ് ചെയ്യാൻ വേണ്ടി ഈ കോമാസ് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ ഇങ്ങനെ എഴുതുകയാണ്, ഐ ആം റൈറ്റിംഗ് ടു റെഫർ മിസ്റ്റർ തോമസ്, an international student who was diagnosed with pneumonia. അപ്പോൾ നിങ്ങൾ ഈ ആൻ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് എന്നുള്ളത് അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. ഇപ്പൊ നമ്മൾ ആൻ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് എന്നുള്ളത് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് സെന്റൻസ് വരുന്നത്? ഐ ആം റൈറ്റിംഗ് ടു റെഫർ മിസ്റ്റർ തോമസ് ഹു വാസ് ഡയഗ്നോസ്ഡ് വിത്ത് ന്യൂമോണിയ എന്ന് വരും. അപ്പൊ ആ ഇൻഫർമേഷൻ നമ്മൾ എടുത്ത് കളഞ്ഞാലും അതിന്റെ മീനിങ്ങിൽ ഒരു വ്യത്യാസവും വരുന്നില്ല. പക്ഷെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ഇൻഫർമേഷനോട് അതിനകത്തോട്ട് തിരികെ കയറ്റണമെങ്കിൽ നമ്മൾ അവിടെ എന്തോ ചെയ്യണം? അത് 2 കോമയ്ക്കുള്ളിലാക്കി വെക്കണം. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത് ടു എൻക്ലോസ് എക്സ്ട്രാ ഇൻഫർമേഷൻ എന്ന് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഈ സെന്റൻസ് നമുക്ക് കറക്റ്റ് ആയിട്ട് എങ്ങനെ എഴുതാം? I am writing to refer Mr. Thomas, an international student, who was diagnosed with pneumonia എന്ന് നിങ്ങൾക്ക് എഴുതാം. ഇതേ കാര്യം തന്നെ നിങ്ങൾ ചിലപ്പോൾ ഈ സോഷ്യൽ ഹിസ്റ്ററി ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. എപ്പോഴാ? ഇപ്പോൾ ഒരു കാർഡിയാക് പേഷ്യൻ്റ് ആണെന്ന് വെച്ചു, ആ പേഷ്യൻറ്റിൻ്റെ ജോബ് സ്ട്രെസ്ഫുൾ ആണ് എന്നൊക്കെ നിങ്ങൾക്ക് പറയുന്ന സമയത്ത് എങ്ങനെ എഴുതാം? മിസ്റ്റർ തോമസ്, എ ബാങ്ക് മാനേജർ, ഹാസ് എ സ്ട്രെസ്ഫുൾ ജോബ്. ഇപ്പോൾ ഈ ബാങ്ക് മാനേജറിങ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ എന്താ അവിടെ വരുന്നത്? മിസ്റ്റർ തോമസ് ഹാസ് എ സ്ട്രെസ്ഫുൾ ജോബ്. അവിടെ ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആണ്. പക്ഷെ നിങ്ങൾ ബാങ്ക് മാനേജർ എന്നുള്ള ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ അവിടെ ആഡ് ചെയ്യുകയാണ്. അത് 2 കോമയ്ക്കുള്ളിൽ നിൽക്കണം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ അത് ഇല്ലേ? അടുത്ത യൂസ് എന്ന് പറയുന്നത് നമ്മൾ ടൈം ഫ്രേസസിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ക്ലോസസ് കഴിഞ്ഞിട്ട് നമ്മൾ കോമ ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, ഓൺ അഡ്മിഷൻ, ഓൺ അസസ്മെന്റ്, on 27/2016, after a couple of days, after 4 months, after a couple of years, അല്ലെങ്കിൽ currently, at present, അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തോ ചെയ്യണം? കോമ യൂസ് ചെയ്യണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി, ഹിസ് സർജറി വാസ് അൺഇവൻഫുൾ. മനസ്സിലായല്ലോ അല്ലേ? പിന്നെ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ടു സെപ്പറേറ്റ് ദ ഡോസേജ് ഓഫ് മെഡിസിൻ. ഫോർ എക്സാമ്പിൾ, മിസ്റ്റർ പോൾ വാസ് പ്രിസ്ക്രൈബ്ഡ് മെറ്റ്ഫോർമിൻ, 500 milligram ടാബ്ലറ്റ് എന്ന് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ മിസ്റ്റർ തോമസ് വാസ് ട്രീറ്റഡ് വിത്ത് ലാക്ടുലോസ്, 10 ml എന്ന് നിങ്ങൾക്ക് എഴുതാം. മെഡിസിന്റെ നെയിം കണ്ടിട്ട് ഡോസേജ് എഴുതുകയാണെങ്കിൽ നെയിം കണ്ടിട്ട് നിങ്ങൾ എന്ത് വേണം? കോമ ഇടേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്, ഇപ്പൊ നിങ്ങൾക്ക് ഡിസ്ചാർജ് പ്ലാനിനകത്ത് കാണും പേഷ്യന്റിന് ഒരു സൈക്കോളജിസ്റ്റുമായിട്ട് ഫോളോ അപ്പ് വിസിറ്റുകൾ ഉണ്ട്. സൈക്കോളജിസ്റ്റിന്റെ നെയിം തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഹി ഹാസ് ഫോളോ അപ്പ് അപ്പോയിന്റ്മെന്റ്സ് വിത്ത് ഡോക്ടർ അർജുൻ ജ്യോതിഷ്,
കോമ കാർഡിയോളജിസ്റ്റ്. ഇപ്പോൾ കാർഡിയോളജിസ്റ്റ് എന്ന് തന്നിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ നെയിമും തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നെയിമും എഴുതണം, അയാളുടെ പൊസിഷനും ജോബ് ടൈറ്റിലും എഴുതണം എന്നുണ്ടെങ്കിൽ ആദ്യം അയാളുടെ നെയിം എഴുതുക, കോമ ഇടുക, പിന്നെ ജോബ് ടൈറ്റിൽ എഴുതുക. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്ലോസിംഗ് ഫ്രേസിലോട്ട് വരുന്നത്. ക്ലോസിംഗ് ഫ്രേസിൽ നമ്മൾ എന്താ എഴുതുന്നത്? ഇഫ് യു ഹാവ് എനി ക്വയറീസ് കോമ പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് മീ. ഇത് ഞാൻ മുമ്പേ പറഞ്ഞ ഡിപ്പെൻഡന്റ് ക്ലോസും ഇൻഡിപെൻഡന്റ് ക്ലോസുമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നുള്ളത് എന്താണ്? ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്. പിന്നെ പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് മീ എന്നുള്ളത് എന്താണ്? ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഡിപ്പെൻഡന്റ് ക്ലോസ് കഴിഞ്ഞിട്ട് കോമ ഇട്ടു, പിന്നെ ഇൻഡിപെൻഡന്റ് ക്ലോസ് എഴുതി. അതേസമയം നമുക്ക് തിരിച്ചു പറയാം, പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് മീ ഇഫ് യു ഹാവ് എനി ക്വയറീസ്. അവിടെ നമ്മളൊരു കോമയും യൂസ് ചെയ്യാൻ പാടില്ല. ഇനി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സൈൻ ഓഫ് ചെയ്യുന്നത്. സൈൻ ഓഫ് ചെയ്യുന്നതിൻ്റെ അവിടെ യുവേഴ്സ് സിൻസിയർലി എന്നുള്ളത് സിൻസിയർലി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഫെയ്ത്ത്ഫുള്ളി ആണെങ്കിൽ ഫെയ്ത്ത്ഫുള്ളി കഴിഞ്ഞിട്ട് നിങ്ങൾ കോമ യൂസ് ചെയ്യുക. അപ്പോൾ ലെറ്ററിൽ കോമ യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശ രൂപം കിട്ടിക്കാണുമല്ലോ ഇല്ലേ? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. ഇന്നത്തേക്ക് ബൈ ബൈ.